നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് ചർച്ച നടത്തും. ചർച്ചയ്ക്കായി ബ്ലിങ്കൻ ഇന്നലെ ടെല്ലവീവിൽ എത്തിയിരുന്നു. എന്തു വില കൊടുത്തും വെടിനിർത്തൽ കരാർ ഇസ്രായേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ബ്ലിങ്കൻ നീക്കം നടത്തുമെന്ന് അമേരിക്ക പ്രതികരിച്ചിട്ടുണ്ട്. മേഖലാ യുദ്ധം ഒഴിവാക്കാൻ ഇതല്ലാതെ മറ്റ് മാർഗമില്ല എന്ന് അമേരിക്ക ഇസ്രായേൽ നേതാക്കളെ അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ ശത്രുക്കളുടെ ഒരു ഭീഷണിക്ക് മുന്നിലും മുട്ടുമടക്കില്ല എന്നും ഇസ്രായേലിനെ ആരാക്രമിച്ചാലും കനത്ത തിരിച്ചടി നൽകുമെന്നും നെതന്യാഹു പറയുകയാണ്. വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ഇസ്രായേൽ പ്രതിനിധി സംഘവുമായും നെതന്യാഹു ഇന്നലെ ആശയവിനിമയം നടത്തിയിരുന്നു. ഗസ യുദ്ധത്തിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് സൈന്യമല്ല, മറിച്ച് രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് എന്ന സംഘത്തോട് നെതന്യാഹു പ്രതികരിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം കരാർ അട്ടിമറിക്കാൻ നെതന്യാഹു പുതിയ ഉപാധികൾ മുന്നോട്ട് വെക്കുന്നതായും ഹമാസ് കുറ്റപ്പെടുത്തി. 10 മാസം പിന്നിടുന്ന ഗസ യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹുവിന് താൽപര്യമില്ല എന്നും അടിക്കടി പുതിയ ഉപാധികൾ മുന്നോട്ട് വെക്കുന്നത് ഇതിന്റെ തെളിവാണെന്നും ഹമാസ് ആരോപിച്ചു. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിച്ച് സൈന്യത്തെ ഗസയിൽ നിന്ന് പിൻവലിക്കാതെ കരാറിൽ ഒപ്പുവെക്കില്ല എന്നാണ് ഹമാസ് ആവർത്തിക്കുന്നത്. അതിനിടെ ഗസയിൽ വീണ്ടും കൂട്ടക്കുരുതി തുടരുകയാണ്. ഇന്നലെ ദേർ അൽ ബലാഹിയിലെ ഒരു വീടിന് മുകളിൽ ബോംബിട്ട് 25 പേരെ കൊലപ്പെടുത്തി. ജബലിയയിലെ 2 അപ്പാർട്ട്മെന്റുകളിലും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടു നടക്കമുള്ള വാർത്തകളുണ്ട്. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യാപക ആക്രമണം നടത്തുകയാണ്. ടെല്ലവീവിൽ ഹിസ്ബുള്ള അയച്ച ഡ്രോൺ നെതന്യാഹുവിന്റെ വസതിയുടെ ദൃശ്യം പകർത്തിയതായുള്ള റിപ്പോർട്ടും വരുന്നു. പോർ വിമാനങ്ങൾ അയച്ചുവെങ്കിലും ഡ്രോൺ കണ്ടെത്താനുള്ള ഇസ്രായേൽ നീക്കം വിജയിച്ചില്ല. ടെല്ലവീവിൽ സ്ഫോടക വസ്തു നിറച്ച ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ മരണപ്പെട്ടു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ഒരു വശത്ത് വെടിനിർത്തൽ ചർച്ച ശക്തമാകുമ്പോൾ മറുവശത്ത് കൂടുതൽ കാര്യങ്ങൾ, അതായത് നെതന്യാഹുവിന്റെ വസതി അടുത്തുവരെ ചെന്നുള്ള ആക്രമണം വിപുലമായി തന്നെ പ്ലാൻ ചെയ്യുകയാണ് ഹിസ്ബുള്ള എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ ദൃശ്യങ്ങളടക്കം പകർത്തിക്കൊണ്ടുള്ള ഡ്രോൺ, ഹിസ്ബുള്ളയുടെ ഡ്രോൺ അവിടേക്ക് എത്തിയത്. അതായത് ഇത്രയും വലിയ സുരക്ഷാ കവചങ്ങളെ അടക്കം മാറ്റിക്കൊണ്ട് ഭേദിച്ചുകൊണ്ടാണ് ഈ ഡ്രോൺ അവിടെ എത്തിയത് എന്നാണ് ഏറ്റവും വലിയ കാര്യം. അത് അത്രയും ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇസ്രായേൽ കാണുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഗസയിൽ വീണ്ടും ആക്രമണം ശക്തമാകുന്നുണ്ട്. എന്തായാലും ആന്റണി ബ്ലിങ്കന്റെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ച നടത്തുമ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. നെതന്യാഹുവിന് താൽപര്യമില്ല എന്നും അടിക്കടി പുതിയ ഉപാധികൾ മുന്നോട്ട് വെക്കുന്നത് ഇതിന്റെ തെളിവാണെന്നും ഹമാസ് ആരോപിക്കുകയാണ്. എന്തായാലും അതേസമയം കരാർ അട്ടിമറിക്കാൻ നെതന്യാഹു പുതിയ ഉപാധികൾ മുന്നോട്ട് വെക്കുന്നതായി ഹമാസ് കുറ്റപ്പെടുത്തുന്നുണ്ട്. 10 മാസം പിന്നിടുന്ന ഗസ യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹുവിന് താൽപര്യമില്ലെന്നും അടിക്കടി പുതിയ ഉപാധികൾ മുന്നോട്ട് വെക്കുന്നത് ഇതിന്റെ തെളിവാണെന്നുമാണ് ഹമാസ് ആരോപിച്ചത്.